CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ ഹർജികളിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നു മുതൽ അന്തിമവാദം ആരംഭിക്കും. ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 12-ന് ഇതേ ബെഞ്ചിൽ കേസ് ലിസ്റ്റ് ചെയ്തെങ്കിലും സമയക്കുറവ് കാരണം മാറ്റിവെക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? കുമാർ, ഈ എക്സാലോജിക് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് ഈ SFIOയുടെ നടപടിക്കെതിരെ CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതായത് ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിൽ SFIO നടപടികൾ ചട്ടവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു CMRL കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഈ കോടതിയിൽ വാദം നടന്ന ഘട്ടത്തിൽ SFIO ഗുരുതരമായിട്ടുള്ള ആരോപണം CMRLനെതിരെ ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. കാരണം ഈ അനാവശ്യമായിട്ടുള്ള പൈസ അത് പല മാർഗങ്ങളിലേക്ക് ദുരുപയോഗം ചെയ്ത അടക്കമുള്ള നിരീക്ഷണങ്ങൾ SFIO ഈ വാദമായി ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ഡൽഹി ഹൈക്കോടതി ഈ വിഷയത്തിൽ അന്തിമ വാദം കേൾക്കൽ ഇന്നു മുതലാണ് ആരംഭിക്കുന്നത്. ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ചാണ് ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നത്. കഴിഞ്ഞ ജനുവരി 12-ന് ഇതേ ബെഞ്ചിൽ കേസ് അന്ന് വന്നിരുന്നുവെങ്കിലും സമയക്കുറവ് കാരണം പരിഗണിച്ചിരുന്നില്ല. തുടർന്നാണ് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിയത്. ഒപ്പം തന്നെ അതിലേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കേസ് പരിഗണനയ്ക്ക് വന്നപ്പോൾ SFIOയ്ക്കോ കേന്ദ്ര സർക്കാരിന് വേണ്ടിയോ അഭിഭാഷകർ ഹാജരായില്ല എന്നതും ഒരു പ്രത്യേകതയായിരുന്നു. അഭിഭാഷകർ കോടതിയിൽ എത്തിയിരുന്നില്ല. അത് CMRLന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഈ കേസിൽ അന്തിമ വാദം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. CMRL എക്സാലോജിക് മാസപ്പടി കേസിലെ ഹർജികളിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നു മുതൽ അന്തിമവാദം ആരംഭിക്കും. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.